Alternative series in എത്ര problem ചെയ്തു നമ്മൾ? Hadif. Yes, miss. Hadif, what is an alternative series? Ma'am, series with repeated addition and subtraction of its elements. A series with? Alternating, adding and subtracting the Yes, yes. elements. Okay. So, which is the method used to find or used to test the convergence of alternative series? IFA. IFA. Yes, ma'am. Which is the test we use to check the convergence of alternative series? Lebanese test. Leibniz test. So, what is Leibniz test, Abhishek? Sigma k is equal to 1, infinity minus 1 raised to k plus 1 k. Leibniz test എന്ത്? നമ്മൾ എന്താ അവിടെ ചെക്ക് ചെയ്യുന്നത്? Leibniz test. First, ak greater than ak plus 1 no. Very good. Limit k to infinity ak is equal to 0. Very good. So, ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ then the given alternative series is convergent നമുക്ക് പറയാൻ പറ്റും അല്ലേ? അപ്പോൾ നമ്മൾ അത് ചെയ്തു. അതിന്റെ പ്രോബ്ലം ക്ലിയർ ആണോ എല്ലാവർക്കും? പ്രോബ്ലം ചെയ്തില്ലേ? Is it clear? ഓക്കെ. ഇനി ഇതിൻ്റെ തന്നെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കാണ് ഇനി പറയാൻ പോകുന്നത്. സോ ദാറ്റ് ഈസ് ആബ്സല്യൂട്ട്ലി കൺവേർജൻറ്റ് ആൻഡ് കണ്ടീഷണലി കൺവേർജൻറ്റ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്തോ? ആബ്സല്യൂട്ട്ലി കൺവേർജൻറ്റ് ആൻഡ് കണ്ടീഷണലി കൺവേർജൻറ്റ്. ഓക്കെ. സോ നമുക്ക് ഇന്ന് അത് പഠിക്കാം. ഓക്കെ, ലാസ്റ്റ് ടോപ്പിക്കാണ്. ഇന്നത്തോടെ 4th മൊഡ്യൂൾ കഴിയും. പിന്നെ നിങ്ങൾക്ക് ഒരു മൊഡ്യൂളും കൂടെ ഉള്ളൂ. ഓക്കെ, സോ okay. So our next topic is absolutely convergent and conditionally convergent. Okay, so when can we say that a given series is absolutely convergent and conditionally convergent? Okay, നമുക്ക് ആദ്യം എന്താണ് absolutely convergent എന്ന് നോക്കാം. Okay, so what is absolutely convergence means? So if you have a given series sigma k is equal to 1 to infinity, some alternative series. Okay, alternative series അല്ല, alternative series ആവാം. നമ്മൾ absolutely convergence ടെസ്റ്റ് ചെയ്യുന്നത് the series which have plus minus sign, but അത് alternative ആകണമെന്നൊന്നും ഇല്ല. Alternative series means what? ഇപ്പം ആദ്യത്തേത് പോസിറ്റീവ് a1, then the next is minus a2 plus a3 minus a4 plus etc. അല്ലേ? മൈനസ് പ്ലസ് is always alternative ആയിട്ട് വരും. So that is alternative series. ഓക്കെ, ഇതല്ലാത്ത നമുക്ക് പ്ലസ് മൈനസ് വരുന്ന സീരീസ് ഉണ്ടാകൂലേ? a1 പ്ലസ് a2 മൈനസ് a3 പ്ലസ് a4 പ്ലസ് a5 പ്ലസ് a6 മൈനസ് a7 മൈനസ് a8. അതായത് ഒരു ഓർഡർ ഇല്ലാണ്ട് വി ഹാവ് മൈനസ് ആൻഡ് പ്ലസ് സൈൻസ്. ഓക്കെ, സോ ദീസ് ടൈപ്സ് ഓഫ് സീരീസ്, ഇതിനൊക്കെ നമുക്ക് ഇതിൻ്റെയൊക്കെ കൺവേർജൻസ് നോക്കാൻ നമുക്ക് എന്ത് കൺവേർജൻസ് നമ്മളവിടെ ടെസ്റ്റ് ചെയ്യുക? വെദർ ദിസ് സീരീസ് ഈസ് ആബ്സല്യൂട്ട്ലി കൺവേർജൻറ്റ് ഓർ നോട്ട് നമുക്ക് നോക്കാൻ പറ്റും. പിന്നെ ഇങ്ങനത്തെ പ്ലസ് മൈനസ് വരണമെന്നൊന്നുമില്ല. ഏത് സീരീസും ആബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണോ അല്ലയോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും.
അപ്പൊ അതിൽ നമുക്ക് മെയിൻ ആയിട്ട് എന്താ ഇങ്ങനത്തെ സീരീസ് വന്നാൽ നമ്മളിത് പഠിച്ചിട്ടില്ല, ഇങ്ങനത്തെയൊക്കെ സീരീസ് വന്നാൽ എങ്ങനെയാണ് നമ്മൾ കൺവേർജൻസ് ടെസ്റ്റ് ചെയ്യുക. സോ ദീസ് ടൈപ്പ് ഓഫ് സീരീസ് വി ക്യാൻ യൂസ് വാട്ട് ആബ്സല്യൂട്ട്ലി കൺവേർജന്റ് മെത്തേഡ്. ഓക്കെ, so an absolutely convergence means, so what is absolute value? എനിക്കറിയാം എന്താണ്, നിങ്ങൾ ആ വേർഡ് കേട്ടിട്ടുണ്ടോ? ആബ്സല്യൂട്ട് മീൻസ് വാട്ട്? എന്താ ഈ ആബ്സല്യൂട്ട് എന്ന് പറയുമ്പോൾ നിങ്ങളെ മൈൻഡിൽ വരുന്നത്? This is some series, okay? Sign ഒക്കെ ഉണ്ട്. Sigma k is equal to 1 to infinity minus 1 all raised to k ak. So ഈ സീരീസിന്റെ ഈ സീരീസ് ആബ്സല്യൂട്ട്ലി കൺവേർജന്റ് ആണോ അല്ലയോ എന്ന് എങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാം? സോ വാട്ട് ഈസ് ആബ്സല്യൂട്ട്ലി കൺവേർജന്റ്? എന്താണ് നിങ്ങൾക്ക് ആബ്സല്യൂട്ട്ലി മീൻസ് എന്താ പറയാൻ പറ്റുമോ? എനിവൺ? ആബ്സല്യൂട്ട് വാല്യൂ മീൻസ് വാട്ട്? നമ്മൾ ഈ ആബ്സല്യൂട്ടിന് വേറെ ഒരു ടേമും കൂടെ നമ്മൾ പറയും, അത് കിട്ടിയാലും മതി. നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ ആബ്സല്യൂട്ട് എന്ന് പറയുമ്പോൾ? എനിവൺ? ആബ്സല്യൂട്ട് വാല്യൂ. നമ്മൾ ആബ്സല്യൂട്ടിന് ഉപയോഗിക്കുന്ന സൈൻ ഏതാ? മോഡുലസ്. വെരി ഗുഡ് അല്ലേ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ അപ്പം? ഓക്കെ, സോ അത്രേ ഉള്ളൂ. ഒരു സീരീസ് തന്നിട്ട് അതിന്റെ മോഡുലസ് കൺവേർജന്റ് ആണെങ്കിൽ, മീൻസ് ആബ്സല്യൂട്ട് സീരീസ് കൺവേർജന്റ് ആണെങ്കിൽ, ഓക്കെ, നിങ്ങൾക്ക് ഒരു സീരീസ് തരും, you can find the modulus of that series. So modulus of that series means what? അവിടെ നിങ്ങൾക്ക് മൈനസ് ഉള്ളിടക്കൊക്കെ നിങ്ങൾ എന്താക്കുക? ഫുൾ പോസിറ്റീവ് ടേംസ് ആക്കുക. നെഗറ്റീവും പോസിറ്റീവും ഉള്ള ടേംസ് ഒക്കെ ഉള്ള സീരീസ് ആണ് തന്നെങ്കിൽ ദെൻ കംപ്ലീറ്റ്ലി അതിനെ പോസിറ്റീവ് ഉള്ള ടേംസ് മാത്രമാക്കിയിട്ട് മാറ്റുക. മൈനസ് ആണെന്നിടക്കൊക്കെ പ്ലസ് ആക്കുക. ഓക്കെ, അത് നെഗറ്റീവിനെ ഒഴിവാക്കുക. സോ ദാറ്റ് ഈസ് മോഡുലസ് ഓർ ആബ്സല്യൂട്ട് സീരീസ്. എന്നിട്ട് ആ കിട്ടിയ സീരീസിന്റെ കൺവേർജൻസ് നമ്മൾ ടെസ്റ്റ് ചെയ്യുക. സോ ഇഫ് ദ ആബ്സല്യൂട്ട് സീരീസ് ഈസ് കൺവേർജന്റ്, ദെൻ വി കൻ സേ ദാറ്റ് ദ ഗിവൺ സീരീസ് ഈസ് ആബ്സല്യൂട്ട്ലി കൺവേർജന്റ്. മനസ്സിലായോ? നമുക്ക് തരുന്ന സീരീസിൽ മൈനസ് ഒക്കെ ഉണ്ടാവും. അപ്പം അതിന്റെ മോഡുലസ് എടുക്കുക. അതായത് നമുക്ക് കിട്ടുന്ന പുതിയ സീരീസ് എന്തായിരിക്കും? മോഡുലസ് എടുത്തിട്ടുള്ള സീരീസ് പോസിറ്റീവ് ടേംസ് മാത്രം വരുന്ന എന്തെങ്കിലും ഒരു സാധാരണ സീരീസ് ആയിരിക്കും. എന്നിട്ട് ആ സീരീസിന്റെ കൺവേർജൻസ് ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ ആ സീരീസ് ഏതാണെന്ന് നോക്കിയിട്ട് ഏത് ടെസ്റ്റാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കുക. എന്നിട്ട് ആ സീരീസിന്റെ കൺവേർജൻസ് നമ്മൾ ചെക്ക് ചെയ്യുക. ഓക്കെ, ഇഫ് ദ സീരീസ് ഇസ് കൺവേർജന്റ്, ദെൻ വാട്ട്? ദ ഗിവൺ സീരീസ് ഇസ് ആബ്സല്യൂട്ട്ലി കൺവേർജന്റ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ആബ്സല്യൂട്ട്ലി കൺവേർജന്റ് ഓഫ് എ സീരീസ് മീൻസ് convergence of absolute series of the given series. മനസ്സിലാവുന്നുണ്ടോ? തന്ന സീരീസിന്റെ ആബ്സല്യൂട്ട് സീരീസ് ആണ്, അത് കൺവേർജന്റ് ആണോ നോക്കുക. സോ ദാറ്റ് ഈസ് ആബ്സല്യൂട്ട്ലി കൺവേർജന്റ്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, സോ സൈഡ് ഹെഡിങ് എഴുതിയില്ല എല്ലാവരും? ആബ്സല്യൂട്ട്ലി കൺവേർജന്റ് സൈഡ് ഹെഡിങ് എഴുതുക. എനിക്ക് മനസ്സിലാവാൻ സിമ്പിൾ ആയിട്ട് എഴുതിയാൽ മതി. ഓക്കെ, എന്താണ് ആബ്സല്യൂട്ട് കൺവേർജന്റ്? സോ ഇഫ് ദിസ് ഇസ് എ സീരീസ്, okay, let series be the given series, then this series is absolutely convergent if sigma k equal to 1 to infinity ഇതിൻ്റെ മോഡുലസ്, okay, modulus of the given series is convergent. ഇത്രയേ ഉള്ളൂ. ഓക്കെ, തന്ന സീരീസിന്റെ മോഡുലസ് എടുക്കുക, ആ മോഡുലസ് ഇസ് കൺവേർജന്റ്, then you can say that the given series is absolutely convergent. Okay, so absolutely convergent എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഡൗട്ട് ഉള്ളവർ ചോദിക്കണേ. എഴുതിയെടുത്തോ? So next is what? Conditionally convergent. അപ്പോൾ അതാണ് നിങ്ങൾ ശരിക്കും ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. ഈസിയാണ് രണ്ടും, ആബ്സല്യൂട്ട്ലി കൺവേർജന്റ് ആൻഡ് കണ്ടീഷണൽ കൺവേർജന്റ്. നല്ല ഈസിയാണ്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് തന്നെ ആയിരിക്കും ഇത് ചെയ്യുക. പക്ഷെ രണ്ട് ടേംസും എന്താണെന്ന് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. വാട്ട് ഈസ് ആബ്സല്യൂട്ട് കൺവേർജന്റ് ആൻഡ് വാട്ട് ഈസ്
conditionally convergent. Okay, so next is conditionally convergent. Okay, conditionally convergent. Okay, so conditionally convergent ആവണമെങ്കിൽ ഓക്കെ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് യു ഹാവ് എ ഗിവൺ സീരീസ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സീരീസ് തന്നിട്ടുണ്ടാവും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെദർ ഇറ്റ് ഈസ് കണ്ടീഷണലി കൺവേർജൻറ്റ് ഓർ നോട്ട്. ഓക്കെ, ഓൾട്ടർനേറ്റീവ് സീരീസ് ആയിരിക്കും മിക്കവാറും തരുക. ഓക്കെ, സോ യു ഹാവ് എ സീരീസ്. നിങ്ങൾ ഫസ്റ്റ് ടെസ്റ്റ് ചെയ്യേണ്ടത് ഇതിൻ്റെ ആബ്സല്യൂട്ട് കൺവേർജൻസ് ആണ്. ഓക്കെ, first you have to check the given series is absolute convergent or divergent എന്ന് നോക്കുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൺവേർജൻസ് ടെസ്റ്റ് ചെയ്താൽ നമുക്ക് ഒന്നിക്കൽ എന്ത് കിട്ടും? ദ ഗിവൺ സീരീസ് ഈസ് കൺവേർജൻ്റ് എന്ന് കിട്ടും, മീൻസ് ആബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് എന്ന് കിട്ടും, ഓർ ദ ഗിവൺ സീരീസ് ഈസ് ആബ്സല്യൂട്ട്ലി ഡൈവേർജൻ്റ് എന്ന് കിട്ടും. കിട്ടുമല്ലോ. ഒരു സീരീസ് കണ്ടീഷണലി കൺവേർജൻ്റ് ആണോ ചെക്ക് ചെയ്യണം. സോ വി ഹാവ് ടു ചെക്ക് വെദർ ദ സീരീസ് ഈസ് ആബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ഓർ നോട്ട്. ഓക്കെ, സോ അവിടെ നമുക്ക് എന്ത് കിട്ടാം? ചിലപ്പോൾ അത് കൺവേർജൻ്റ് ആയിരിക്കും, ആബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആയിരിക്കും, ഓർ ഇറ്റ് ഈസ് ആബ്സല്യൂട്ട്ലി ഡൈവേർജൻറ്റ്. ഈ തന്ന സീരീസ് ആബ്സല്യൂട്ട് ഡൈവേർജൻ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ? കണ്ടീഷണലി കൺവേർജൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഓക്കെ, സോ ഇഫ് ദ ഗിവൺ സീരീസ് ഈസ് ആബ്സല്യൂട്ട്ലി കൺവേർജൻറ്റ്, പിന്നെ നമുക്ക് അതിനെ പ്രത്യേകിച്ചൊന്നും പറയേണ്ടത് സീരീസ് ഈസ് കൺവേർജൻ്റ് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഓക്കെ, കണ്ടീഷണലി കൺവേർജൻ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. സീരീസ് ഈസ് കൺവേർജൻറ്റ്, അത്രേ ഉള്ളൂ. ഓക്കെ, സോ ഇഫ് യുവർ സീരീസ് ഈസ് ആബ്സല്യൂട്ട്ലി ഡൈവേർജൻറ്റ്, ഓക്കെ, ഇഫ് യുവർ സീരീസ് ഈസ് ആബ്സല്യൂട്ട്ലി ഡൈവേർജൻറ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ? കണ്ടീഷണലി കൺവേർജൻ്റ് ആണോ നോക്കാൻ പറ്റുള്ളൂ. സോ നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് ആബ്സല്യൂട്ട് കൺവേർജൻ്റ് ആണോ ഡൈവേർജൻ്റ് ആണോ നോക്കുക. ഇഫ് യുവർ സീരീസ് ഈസ് ഡൈവേർജൻ്റ് ആണെങ്കിൽ നമുക്ക് കണ്ടീഷണൽ കൺവേർജൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. സോ അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലിബിനിസ് ടെസ്റ്റ്. ഓക്കെ, കണ്ടീഷണലി കൺവേർജൻ്റ് ആണോ ചെക്ക് ചെയ്യണമെങ്കിൽ ആബ്സല്യൂട്ട്ലി ഡൈവേർജൻ്റ് ആയിരിക്കണം ആൻഡ് ദ ഗിവൺ സീരീസ് ഈസ് കൺവേർജൻറ്റ്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഗിവൺ സീരീസിന് ലിബിനിസ് ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ കൺവേർജൻസ് ടെസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇഫ് യുവർ ഗിവൺ സീരീസ് ഈസ് ആബ്സല്യൂട്ട്ലി ഡൈവേർജൻറ്റ് ദെൻ ടെസ്റ്റ് ദി കൺവേർജൻസ് യൂസിങ് ലിബിനിസ് ടെസ്റ്റ്. ഓക്കെ, ഡൈവേർജൻ്റ് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ലിബിനിസ് ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് തന്ന സീരീസിൻ്റെ കൺവേർജൻസ് നോക്കുക. ആൻഡ് അവിടെ നിങ്ങൾക്ക് എന്ത് കിട്ടാം? ചിലപ്പം ആ സീരീസ് എന്തായിരിക്കും? കൺവേർജൻ്റ് ആയിരിക്കും, ഓർ ഇറ്റ് ഈസ് ഡൈവേർജൻറ്റ്. ഓക്കെ, സോ ആബ്സല്യൂട്ട്ലി ഡൈവേർജൻറ്റും ലിബിനിസ് ടെസ്റ്റ് ചെയ്തപ്പം ലിബിനിസ് ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് കൺവേർജൻറ്റും ആണെങ്കിൽ then we can say that the given series is conditionally convergent. ഓക്കെ, ഡൈവേർജൻ്റ് ആണെങ്കിൽ കണ്ടീഷണലി ഡൈവേർജൻ്റ് എന്ന് പറയാം. ഓക്കെ, സോ നമ്മളിവിടെ എന്താ ചെയ്യേണ്ടത്? ഇഫ് യു വാണ്ട് ടു ചെക്ക് വെദർ ദ സീരീസ് ഈസ് കണ്ടീഷണലി കൺവേർജൻറ്റ്, you have to check the two conditions. First one is what? Absolutely divergent ആയിരിക്കണം, absolutely divergent. And the second is by using Leibniz test the series converges. ഒന്ന് ഡൈവേർജൻറ്റും ഒന്ന് കൺവേർജൻറ്റും ആയിരിക്കണം. The series is convergent ആയിരിക്കണം. Then the given series is conditionally convergent. Okay,
ആബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണോ അല്ലയോ നോക്കാൻ വി ഹാവ് എന്താ നമ്മൾ ആകെ എന്ത് മാത്രം ചെയ്താൽ മതി, absolute series convergent ആണോ അല്ലയോ നോക്കിയാൽ മതി. ഓക്കെ, ബട്ട് to check or to test the conditionally convergence of a series, first you have to check the absolutely convergence. And നമുക്ക് എന്താ വേണ്ടത്, നമുക്ക് കണ്ടീഷണൽ കൺവേർജൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ തന്ന സീരീസ് ആബ്സല്യൂട്ട്ലി ഡൈവേർജൻ്റ് ആയിരിക്കണം ആൻഡ് യൂസിങ് ലിബിനിസ് ടെസ്റ്റ് ദ ഗിവൺ സീരീസ് ഈസ് കൺവേർജൻറ്റ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്താൽ ദെൻ ദ ഗിവൺ സീരീസ് ഈസ് കണ്ടീഷണലി കൺവേർജൻറ്റ്. ഓക്കെ, ആബ്സല്യൂട്ട്ലി ഡൈവേർജൻറ്റും ലിബിനിസ് ടെസ്റ്റ് വഴി കൺവേർജൻറ്റും ആയിരിക്കണം. രണ്ട് കാര്യങ്ങളും കൂടെ വന്നാലാണ് കണ്ടീഷണലി കൺവേർജൻ്റ് ആണെന്ന് പറയാൻ പറ്റുക. നിങ്ങൾ ഇത് വരച്ചോ, അതേപോലെ തന്നെ ഇത് എഴുതിക്കും. എല്ലാവരും എഴുതിയെടുത്തോ? ഇമ്പോർട്ടൻ്റ് ആണ്. ആബ്സല്യൂട്ട് കൺവേർജൻസ് ആദ്യം ടെസ്റ്റ് ചെയ്യുക to check whether the given series is conditionally convergent or not. So absolute convergence check ചെയ്യുക. If it is divergent, absolute convergence ടെസ്റ്റ് ചെയ്തിട്ട് divergent ആണെങ്കിൽ മാത്രമേ നമുക്ക് conditional convergence പറയാൻ പറ്റൂ. ഓക്കെ, divergent ആണെന്ന് കിട്ടിയാൽ after that you have to test the Leibniz test, and if the series is convergent using Leibniz test, then we can say that the given series is conditionally convergent. Okay, is it clear? നിങ്ങൾ ഇവിടെ പ്രോബ്ലത്തിനേക്കാളും കൂടുതൽ ശ്രദ്ധിക്കേണ്ട എന്താണ് ആബ്സല്യൂട്ട്ലി കൺവേർജൻറ്റ് ആൻഡ് എന്താണ് കണ്ടീഷണലി കൺവേർജൻറ്റ് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റും. കാരണം പ്രോബ്ലം ചെയ്ത് നമ്മളിപ്പോൾ ഇത്രയും എങ്ങനെയാണോ ഓരോ സീരീസിൻ്റെയും കൺവേർജൻസ് ടെസ്റ്റ് ചെയ്ത് അതേപോലെ തന്നെയാണ്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് വേർതിരിച്ചറിയാൻ പറ്റണം. വാട്ട് ഈസ് ആബ്സല്യൂട്ട് കൺവേർജൻസ് ആൻഡ് വാട്ട് ഈസ് കണ്ടീഷണലി കൺവേർജൻസ്. സോ ആബ്സല്യൂട്ട് കൺവേർജൻസ് മീൻസ് സിംപ്ലി എന്താ, നമ്മൾ തന്ന സീരീസിൻ്റെ ആബ്സല്യൂട്ട് സീരീസ് കൺവേർജൻ്റ് ആണോ നോക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അവിടെ വേറെ കണ്ടീഷൻസ് കാര്യങ്ങളോ ഒന്നുമില്ല. ബട്ട് ഇൻ കണ്ടീഷണൽ കൺവേർജൻസ് കണ്ടീഷൻ ഉണ്ട്. എന്താ, ആബ്സല്യൂട്ട് കൺവേർജൻസ് ഉണ്ടാവാൻ പാടില്ല, മീൻസ് ആബ്സല്യൂട്ട്ലി ഡൈവേർജൻ്റ് ആയിരിക്കണം ആൻഡ് യൂസിങ് ദ ലിബിനിസ് ടെസ്റ്റ് ദ ഗിവൺ സീരീസ് കൺവേർജൻറ്റും ആയിരിക്കണം. Okay, divergent ആയിരിക്കണം, convergent ആയിരിക്കണം. Then we can say that it is conditionally convergent. Is that clear, everyone? Very good. Okay, so we can do a problem. Question എഴുതിക്കോ. Determine whether the series converges absolutely or conditionally. Okay, determine whether the series converges absolutely or conditionally. Absolutely convergent ആണോ അല്ലെങ്കിൽ conditionally convergent ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. So the series is sigma k equal to 1 to infinity minus 1 whole raised to k plus 1 k plus 2 divided by k into k plus 1. Okay, so determine
whether the series converges absolutely or conditionally, sigma k is equal to 1 to infinity minus 1 whole raised to k plus 1, k plus 1 divided by k into k plus 1. So this is your series. നിങ്ങൾ എന്താ ടെസ്റ്റ് ചെയ്യേണ്ടത്? ആബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണോ അല്ലെങ്കിൽ കണ്ടീഷണലി കൺവേർജൻ്റ് ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. സോ ഈ രണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് ആബ്സല്യൂട്ട്ലി കൺവേർജൻസ് തന്നെയാണ്. ഓക്കെ, ആബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണെങ്കിൽ ഒരിക്കലും കണ്ടീഷണലി കൺവേർജൻ്റ് ആയിരിക്കില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ആബ്സല്യൂട്ട്ലി ഡൈവേർജൻ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് കണ്ടീഷണലി കൺവേർജൻ്റ് ആണെന്ന് നോക്കേണ്ട കാര്യമുള്ളൂ. സോ ഹിയർ ഫസ്റ്റ് വി ഹാവ് ടു ചെക്ക് വെദർ ദ ഗിവൺ സീരീസ് ഇസ് ആബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ഓർ നോട്ട്. അതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഫസ്റ്റ് we have to check whether the series is absolutely converges or not. Okay, so a given series is what? Sigma k equal to 1 to infinity minus 1 whole raised to k plus 1, k plus 2 divided by k into k plus 1 is a given series. So absolutely convergence ആണോ നമ്മൾ എങ്ങനെ നോക്കുക? So the given series നമ്മൾ AK sigma AK എന്നാണ് എഴുതുക. Okay, so absolutely convergence means we have to check what? We have to check sigma k equal to 1 to infinity modulus of minus 1 whole raised to k plus 1, k plus 2 divided by k into k plus 1 is convergent or not. മനസ്സിലായോ? ഇതാണ് സീരീസ്. ഇത് ആബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണോ നോക്കണമെങ്കിൽ ഈ സീരീസിൻ്റെ ആബ്സല്യൂട്ട് വാല്യൂ കൺവേർജൻ്റ് ആണോ നോക്കണം. ദിസ് ഈസ് ഈക്വൽ ടു വാട്ട്? ദിസ് ഇംപ്ലൈസ് സിഗ്മ കെ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി മോഡ്ലെസ് ഓഫ് ദിസ് സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മോഡ്ലെസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇതാണ് നിങ്ങളെ സൈൻ കാണിക്കുന്ന ആൾ അല്ലേ? നെഗറ്റീവ് സൈനൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെയാണ് വരിക. അത് പോവും. നമുക്ക് ഓൺലി പോസിറ്റീവ് ടേംസ് മാത്രമേ വേണ്ടൂ. സോ ആബ്സല്യൂട്ട് വാല്യൂ എടുക്കുക മീൻസ് നിങ്ങൾ ഇതിനെ ഒഴിവാക്കി എഴുതുക. Okay, so absolute value of the series is what? K plus 2 divided by k into k plus 1. Okay, ഇത് കൺവേർജൻ്റ് ആണോ നോക്കിയാൽ മതി. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഇത് ഇനി നിങ്ങൾ ഈ ഒരു സീരീസ് മാത്രമേ നോക്കണ്ടൂ. ഇത് കൺവേർജൻ്റ് ആണോ അല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. സോ ദിസ് ഈസ് വാട്ട്? ആബ്സല്യൂട്ട് സീരീസ്. ഇതാണ് നിങ്ങൾ ആബ്സല്യൂട്ട് സീരീസ്. നെഗറ്റീവ് മാറ്റിയിട്ടുള്ള ആബ്സല്യൂട്ട് സീരീസ് സിഗ്മ കെ ഈക്വൽ ടു is the absolute series എഴുതിക്കോ. മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എക്സാമിൽ ഇങ്ങനെയൊന്നും എഴുതണ്ട. ഓക്കെ, okay, so sigma k equal to 1 to infinity k plus 2 divided by k into k plus 1 is the absolute series. ഇനി ഇത് നമുക്ക് കൺവേർജൻ്റ് ആണോ അല്ലയോ എന്ന് നോക്കണം. എങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുക? ഈ ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ സീരീസ് കൺവേർജൻ്റ് ആണോ അല്ലയോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം? ഏത് മെത്തേഡാണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്? പറഞ്ഞേ. അൺമ്യൂട്ട് ചെയ്തിട്ട് ആരെങ്കിലും പറയാം. ഈ സീരീസിന്റെ കൺവേർജൻസ് എങ്ങനെ നമ്മൾ ടെസ്റ്റ് ചെയ്യാം? കൺവേർജൻസ് ടെസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്ന സീരീസ് ഏത് സീരീസ് ആണെന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യുക, എന്നിട്ട് അതിന്റെ കറസ്പോണ്ടിങ് ടെസ്റ്റ് ഏതാണ് നോക്കുക. സോ ഹിയർ ദ ഗിവൺ സീരീസ് ഈസ് വാട്ട്? ഏത് ടൈപ്പ് ഓഫ് സീരീസ് ആണ് നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്? പറഞ്ഞേ, ഏത് സീരീസ് ആണ് നിങ്ങൾക്ക് ഇപ്പൊ തന്നിട്ടുള്ളത്? പോളിനോമിയൽ സീരീസ്. വെരി ഗുഡ്. അപ്പോൾ നമ്മൾ ഏത് മെത്തേഡ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്? പോളിനോമിയൽ സീരീസ് അല്ലേ? മേലെയും കേണ്ട ടേം വരുന്ന ഒരു ഇക്വേഷനാണ്, താഴെയും കേണ്ട ടേം വരുന്ന ഒരു ഇക്വേഷനാണ്. സോ ഹിയർ യു ദ ഗിവൺ ഫംഗ്ഷൻ ഇസ് പോളിനോമിയൽ ഫംഗ്ഷൻ. സോ ഏത് ടെസ്റ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്? പറഞ്ഞേ. പോളിനോമിയൽ ആണെങ്കിൽ ഏത് ടെസ്റ്റാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? കമ്പാരിസൺ ടെസ്റ്റ്. വെരി ഗുഡ്. ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് യൂസ് ചെയ്യുക. ഓക്കെ, അതായിരിക്കും ബെറ്റർ. രണ്ടും യൂസ് ചെയ്യാം, കമ്പാരിസൺ ടെസ്റ്റ് ആൻഡ് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ്. ബട്ട് നിങ്ങൾ ഏതും പ്രിഫർ ചെയ്യുക, ഫസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും ലിമിറ്റ് കമ്പാരിസണിന് കൊടുക്കുക. ഓക്കെ,
സോ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് നമുക്കിവിടെ യൂസ് ചെയ്യാം. സോ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് എന്തായിരുന്നു? ആർക്കാ പറയാൻ പറ്റുക? ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് സഞ്ജയ് കൃഷ്ണ. എനിക്ക് ഓർമ്മയില്ല. അതായിരിക്കണം നമ്മൾ ടെസ്റ്റുകളൊക്കെ നമ്മൾ എപ്പോഴും റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ നിൽക്കുന്നില്ലടാ. നിങ്ങളെ മനസ്സിലേക്ക് അത് എത്താൻ വേണ്ടിയിട്ടല്ല ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ്, ആ പേര് വെച്ചിട്ടെങ്കിലും ഒന്ന് ഓർത്ത് നോക്ക് എന്താന്ന്. എന്തായാലും നമ്മളൊരു ലിമിറ്റ് കണ്ടുപിടിക്കുന്നുണ്ട്. സോ ആ ലിമിറ്റിനെ നമ്മൾ റോങ് ആയിരുന്നു വിളിച്ചത്. കമ്പയർ ചെയ്യുന്നുണ്ട് നമ്മൾ രണ്ടാൾക്കാരെ. കമ്പാരിസൺ വരുമ്പോൾ നമ്മൾ രണ്ടാൾക്കാർ നമുക്ക് വേണം. സോ അത് ആരൊക്കെയാന്ന് ഓർമ്മയുണ്ടോ? കമ്പയർ ചെയ്ത്, അത് കമ്പാരിസൺ ടെസ്റ്റിലാണെങ്കിൽ ശരി, ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റിലാണെങ്കിൽ ശരി, രണ്ടാൾക്കാരെ കമ്പയർ ചെയ്യുന്നുണ്ട്. ആ കമ്പയർ ചെയ്യുന്ന രണ്ട് സീരീസ് ആരൊക്കെയാ സഞ്ജയ്? ആർക്ക് പറയാൻ പറ്റുമോ നമ്മൾ കമ്പയർ ചെയ്യുന്ന രണ്ട് സീരീസ് ഏതാ? കമ്പാരിസൺ വെരി ഗുഡ്, എ കെ ആൻഡ് ബി കെ അല്ലേ? സോ എ കെ മീൻസ് ദ ഗിവൺ സീരീസ് ഇറ്റ് സെൽഫ്. എന്താണോ നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട സീരീസ് അത് തന്നെയാണ് എ കെ. ആൻഡ് ബി കെ എന്താ? നമ്മൾ ഫോം ചെയ്യുന്ന പുതിയ സീരീസ്. നമ്മൾ എങ്ങനെയാ സീരീസിനെ ഫോം ചെയ്ത ബി കെനോ? എങ്ങനെ നിഹല നമ്മൾ ഫോം ചെയ്ത ബി കെനോ? എങ്ങനെ നമ്മൾ ഉണ്ടാക്കി, എങ്ങനെ നമ്മൾ എഴുതും? അത് എ കെയിലുള്ള ടേംസ് വെച്ചിട്ടാണ് നമ്മൾ ബി കെ എഴുതുക. ഏത് ടേംസിനെ നമ്മൾ ബി കെ എഴുതാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്? ഏത് ടേമോ? അതായത് എ കെയിലുള്ള ന്യൂമറേറ്ററിൽ കെന്റെ ഹയസ്റ്റ് ടേം, ഡിനോമിനേറ്ററിലും കെന്റെ ഹയസ്റ്റ് ടേം എഴുതുക. സോ അതായിരിക്കും നിങ്ങൾ ബി കെ അല്ല, അങ്ങനെയല്ല നമ്മൾ ചെയ്തത്. സോ ഇവിടെ എന്ത് വരും? So we have the series, and the series നമുക്ക് ഉണ്ടായിരുന്ന സിഗ്മ k equal to 1 to infinity -1 whole raised to k plus 1 k plus 2 divided by k into k plus 1. Sorry, ഇത് വേണ്ടല്ലോ, നമ്മൾ ആബ്സല്യൂട്ട് അല്ലേ നോക്കുന്നത്. Okay, so this is our series k plus 2 divided by k into k plus 1. അപ്പോൾ പ്രോബ്ലം ഒക്കെ ചെയ്യാനുള്ള എളുപ്പത്തിന് നമ്മൾ എന്ത് ചെയ്യുക? k plus 2 divided by k into k plus 1 is what? K square plus k, right? K into k square, k into 1 is k. So this is our series. So we have to use what? We have to use limit comparison test since the given series is a polynomial series. അല്ലേ? പോളിനോമിയൽ സീരീസ് ആയതുകൊണ്ട് നമുക്ക് കമ്പാരിസൺ ടെസ്റ്റ് യൂസ് ചെയ്യാം, ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ്. ഓക്കെ, സോ ഹിയർ sigma ak means the given series itself, that is k is equal to 1 to infinity k plus 2 divided by k square plus k. Okay, so this is the given series. And sigma bk means what? bk എന്ന് പറഞ്ഞാൽ k ന്റെ ഹയസ്റ്റ് ടേം. ന്യൂമറേറ്ററിൽ കെന്റെ ഹയസ്റ്റ് ടേം k ആണ്, ഡിനോമിനേറ്ററിൽ കെന്റെ ഹയസ്റ്റ് ടേം ഇസ് വാട്ട്? k സ്ക്വയർ. സോ ദിസ് ഈസ് ഈക്വൽ ടു സിഗ്മ k ഈക്വൽ ടു 1 to infinity 1 by k എന്ന് വരും. ആൻഡ് ദി ബി കെ ഈസ് ഓൾവേസ് വാട്ട്? പി സീരീസ് ആണ് അല്ലേ? ദിസ് ഈസ് എ പി സീരീസ്. സോ ഹിയർ p ഈക്വൽ ടു 1. p ഈക്വൽ ടു 1 ആകുമ്പം ഇതെന്താ? ബി കെ എന്താ? കൺവേർജന്റ് ആണോ ഡൈവേർജന്റ് ആണോ? ഇഫ് p ഈസ് ഈക്വൽ ടു 1, സോ പി സീരീസ് എന്താ വരുവാ? ഓർമ്മയില്ലേ? p is greater than 1, it is converges. So if p is less than or equal to 1, then the series diverges. Okay, അത് ഓർത്ത് വെക്കുക. p equal to 1 ആണെങ്കിൽ p series
ഡൈവേർജ് ആണ് ചെയ്യുക. സോ ബി കെ ഡൈവേർജൻ്റ് ആണെന്ന് നമുക്ക് കിട്ടി. ബി കെ നമ്മൾ എഴുതി, അതിൻ്റെ കൺവേർജൻസ് നമ്മൾ ടെസ്റ്റ് ചെയ്തു, ആൻഡ് നമുക്ക് എന്ത് കിട്ടി? ബി കെ എസ് ഡൈവേർജസ് എന്ന് കിട്ടി. ഓക്കെ, അപ്പം നമുക്ക് ഇനി എന്താ ചെക്ക് ചെയ്യേണ്ടത്? ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റിൽ വി ക്യാൻ ഫൈൻഡ് ദ ലിമിറ്റ്, ദാറ്റ് ഈസ് ലിമിറ്റ് k tends to infinity ak divided by bk. Okay, and this is equal to what? Limit k tends to infinity, ak is what? K plus 2 divided by k square plus k divided by bk. Bk is 1 by k, and this is equal to limit k tends to infinity. Numerator ഈ സ്റ്റെപ്പ് ഓർത്ത് വെക്കണേ നിങ്ങൾ. ന്യൂമറേറ്റർ ഫ്രാക്ഷൻ അതേപോലെ എഴുതുക, into denominator and the reciprocal, that is k by 1. Okay, so limit k tends to infinity, k into k plus 2. Okay, so ഇവിടെ എന്ത് വരും? k into k plus 2 divided by k square plus k, and this is equal to limit k tends to infinity, k square plus 2k divided by k square plus k എന്ന് വരും. And this is equal to what? ഇതിന്റെ ലിമിറ്റ് എന്താ വരുക പറഞ്ഞേ? എന്താ വരുക? ലിമിറ്റ് k tends to infinity, k square plus 2k divided by k square plus k. എന്ത് വരും? ലിമിറ്റ് എത്രയാ? ഹയസ്റ്റ് പവർ ഓഫ് k is 2, so k square and the coefficient 1 divided by 1, therefore limit is 1, which is greater than 0 and finite. ഇതിലല്ലേ നോക്കണ്ടേ? നമുക്ക് കിട്ടിയ ലിമിറ്റ് ഗ്രേറ്റർ ദാൻ 0 ആണോ ഫൈനൈറ്റ് ആണോ നോക്കുക. ഗ്രേറ്റർ ദാൻ 0 ആണ് ഫൈനൈറ്റും ആണ്. therefore ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് എന്താ പറയുന്നത്? സിഗ്മ ബി കെ എന്താണോ അത് തന്നെയാണ് സിഗ്മ എ കെ. സോ ഹിയർ സിഗ്മ ബി കെ ഡൈവേർജൻ്റ് ആണ് ചെയ്യുന്നത്, ഡൈവേർജസ്. therefore sigma ak also diverges. Okay, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആബ്സല്യൂട്ട്ലി കൺവേർജൻസ് ടെസ്റ്റ് ചെയ്തപ്പോൾ ദ ഗിവൺ സീരീസ് ഈസ് ആബ്സല്യൂട്ട്ലി ഡൈവേർജൻ്റ് ആണ് എന്ന് കിട്ടി. ഓക്കെ, അപ്പം ആബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് അല്ല, ഇറ്റ് ഈസ് ആബ്സല്യൂട്ട്ലി ഡൈവേർജൻ്റ്. സോ ആബ്സല്യൂട്ട്ലി ഡൈവേർജൻ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെക്ക് ചെയ്യാം? കണ്ടീഷണലി കൺവേർജൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ കണ്ടീഷണലി കൺവേർജൻ്റ് ആണെന്ന് എങ്ങനെ നമ്മൾ നോക്കുക? ലിബിനിസ് ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് തന്ന സീരീസ് കൺവേർജൻ്റ് ആണോ അല്ലയോ എന്ന് നോക്കിയാൽ മതി. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? ആബ്സല്യൂട്ട് കൺവേർജൻസ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഡൈവേർജൻ്റ് ആണെന്ന് കിട്ടിയത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, അപ്പം ഞാൻ വേഗം അടുത്തും കൂടെ ഒന്ന് പറയാം. Now we have to check the conditional convergence of the given series. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? We have to use Leibniz test for the given series. അപ്പം ഡൈവേർജൻ്റ് ആണ്, ആബ്സല്യൂട്ട്ലി ഡൈവേർജൻ്റ് ആണെന്ന് കിട്ടിയാൽ ഉടനെ തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ലിബിനിസ് ടെസ്റ്റ് തന്ന സീരീസിൽ അപ്ലൈ ചെയ്യുക. സോ ദ ഗിവൺ സീരീസ് ഈസ് വാട്ട്? സിഗ്മ k equal to 1 to infinity minus 1 whole raised to k plus 1, k plus 2 divided by k into k plus 1. So by Leibniz test എന്താ പറയുന്നത്? ഈ സീരീസ് കൺവേർജൻ്റ് ആണെങ്കിൽ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. സോ ദ ഫസ്റ്റ് കണ്ടീഷൻ ഇസ് വാട്ട്? എ കെ greater than ak plus 1 ആയിരിക്കണം. and the second condition is limit k tends to infinity ak is equal to 0. ഈ രണ്ട് കണ്ടീഷനും ഈ സീരീസ് സാറ്റിസ്ഫൈ ചെയ്താൽ then the given series is what? കൺവേർജൻ്റ് ആണെന്ന് കിട്ടും. കൺവേർജൻ്റ് ആണെങ്കിൽ ഇറ്റ് ഈസ് കണ്ടീഷണലി കൺവേർജൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ എ കെ എന്താണ് ഇവിടെ? ഈ രണ്ട് കാര്യം നമുക്കിവിടെ ചെക്ക് ചെയ്യേണ്ടത്. സോ വാട്ട് ഈസ് എ കെ? ലിബിനിസ് ടെസ്റ്റ് അനുസരിച്ചിട്ട് എ കെ എന്താ? നേരത്തെ എഴുതിയ എ കെ തന്നെ, അതായത് പോസിറ്റീവ് ടേംസ്. ഇതാണ് എ കെ എന്ന് പറയുന്നത്. ഓൾട്ടർനേറ്റീവ് സീരീസിന് യൂസ് ചെയ്യുന്ന ടെസ്റ്റാണ് ലിബിനിസ് ടെസ്റ്റ്. അപ്പോൾ അതിൽ നമ്മൾ എഴുതുന്ന എ കെ എന്ന് പറഞ്ഞാൽ ഈ -1 എഴുതാൻ പാടില്ല, ഓൺലി ദറ്റ് ഫംഗ്ഷൻ. ഓക്കെ, കെ പ്ലസ് 2 ഡിവൈഡഡ് ബൈ കെ ഇൻറ്റു കെ പ്ലസ് 1, ദറ്റ് ഈസ് കെ സ്ക്വയർ പ്ലസ് കെ. ഓക്കെ, ആൻഡ്
എ കെ പ്ലസ് വൺ എന്തായിരിക്കും? കെ കാണുന്നിടയ്ക്കൊക്കെ കെ പ്ലസ് വൺ കൊടുക്കുക. ദാറ്റ് ഈസ് കെ പ്ലസ് വൺ പ്ലസ് ടു ഡിവൈഡഡ് ബൈ എന്ത് വരും? കെ പ്ലസ് വൺ ഹോൾ സ്ക്വയർ പ്ലസ് കെ എന്ന് വരും. റൈറ്റ്? ഇങ്ങനെയല്ലേ വരുവാ? Okay, so this is equal to what? K plus 3 divided by k square. K plus 1 whole square എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. A plus b whole square എക്സ്പാൻഷൻ യൂസ് ചെയ്തിട്ട് we can expand this k plus 1 whole square, that is k square plus 2ab, that is 2 into k into 1 2k എന്ന് വരും plus 1 square 1. ഇത് എക്സ്പാൻഡ് ചെയ്ത് നോക്കുമോ നിങ്ങൾ? plus k എന്ന് കിട്ടും. Okay, that is k plus 3 divided by k square plus 2k plus k. k plus 1 അല്ലേ? എന്താ? ഇവിടെയുണ്ട് ഒരു k plus 1 ഉണ്ടല്ലേ? റൈറ്റ്, വെരി ഗുഡ്. ഓക്കെ, സോ 1 plus 1 2. ഓക്കെ അല്ലേ? k square plus k square plus 2k plus 1 plus k plus കറക്റ്റ് അല്ലേ ഇത്? k plus 3 divided by k square plus 2 എന്ന് കിട്ടും. ഓക്കെ, ഇത്രയും എഴുതാം, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? എ കെ ഗ്രേറ്റർ ദാൻ എ കെ പ്ലസ് 1 ആണോ എന്ന് ചെക്ക് ചെയ്യാണ് വേണ്ടത്. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. കേക്ക് 1 കൊടുത്തിട്ട് ഏതാണ് വലുതെന്ന് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാം. അതേപോലെ ലിമിറ്റ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. എന്നു പറഞ്ഞേ. വൺ അല്ലേ? 2 Percent. 3 പറ. 3 ആബ്സെന്റ് ആണോ? 1 ആബ്സെന്റ്, 3 ആബ്സെന്റ്? Four. One absent, 2, 3 absent, 4 ഉണ്ടോ? Present. പറ. 5. 6. 7 absent. 8. 9, 10. 11, 12. 12, 13. 14. 14, 15. 16, 16. 16, 16. 19, 20. 18. 18, 19, 19. 19%. 20%. 21, 22, 23. 24, 25, 26. 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38,
39. 40. 41. 42. 43. 44. 45. 46. 47. 48. 49. 50. 51. 52. 53. 54. 55. 56. 57. 58. 59. 60. 61. 62. 63. 62. 64.